Hi friends, welcome to Reflectionz car care. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു Hyundai Verna കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിലൊരു 2.5 ഇഞ്ച് ബ്ലൂഫിൻ പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു മാട്രിക്സ് ടൈപ്പ് DRL ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് അതിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചേഞ്ചാണ് നമ്മുടെ പ്രൊജക്ടർ വരുന്നത്, എത്ര രീതിയിലുള്ള അപ്ഗ്രേഡ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന Hyundai Verna. ഇത് 2020 മോഡലാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു ബിഫോർ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കിന്നതിന് സാധിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റലേഷന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു 2.5 ഇഞ്ച് പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു മാട്രിക്സ് LED DRLുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ DRLൻ്റെ ഭംഗി തന്നെ ഒന്ന് നോക്കാം. ആദ്യമേ നമുക്കത് ഓൺ ചെയ്യാം. അത് ഇഗ്നീഷനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാറിൻ്റെ ഇഗ്നീഷൻ ഓണാക്കി കഴിയുമ്പോൾ, ചാവി ഓണാക്കി കഴിയുമ്പോൾ കത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ വൈറ്റ് ലൈറ്റ് കത്തുന്നത് DRL ആയിട്ട്, ഡേ ടൈം റണ്ണിങ് ലൈറ്റായിട്ടാണ് ആ മാട്രിക്സ് LED നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ കാഴ്ചയ്ക്ക് നല്ല ഇമ്പ്രഷൻ കിട്ടുന്ന രീതിയിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ DRL ഡ്യുവൽ ഫംഗ്ഷനാണ്. അതായത് ഒന്ന് DRL ആയിട്ടും അതുകൂടാതെ അതൊരു ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്റേഴ്സായിട്ടും വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗ്ലോ ചെയ്യുന്നത് DRLs ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടേൺ സിഗ്നൽസ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് ടേൺ സിഗ്നലായിട്ട് കൂടി ആക്ട് ചെയ്യും. ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് അല്ലെങ്കിൽ മൂവിങ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഒരു നല്ലൊരു അട്രാക്ഷനാണ് വാഹനത്തിന് കൊടുക്കുന്നത്. നമ്മളൊരു നോർമൽ കാണുന്ന ഒരു Hyundai Verna'യേക്കാളും എന്തുകൊണ്ടും ഒരു യുണീക്ക് ഡിസൈൻ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് നമുക്ക് റോഡിൽ കിട്ടുന്നതിന് ഈ DRLs വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു അപ്പിയറൻസ് ആണ്. ഇത് കുറച്ചുകൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ് ആ ഒരു വാഹനത്തിന് നൽകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Me do my two-step. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നോക്കിയിരുന്നത് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് പാർട്ടാണ്. ഇനി നമുക്കതിൻ്റെ പെർഫോമൻസ് സൈഡാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഈ അപ്ഗ്രേഡ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ എത്ര മെഷർമെൻറ്റാണ് നമുക്കതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോ ബീം കട്ട് ഓഫ് കാണുന്നത്. വളരെ ഷാർപ്പായിട്ട് രണ്ടും വളരെ പെർഫെക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം നോക്കാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീമും വരുന്നത്. അപ്പോൾ ഹൈ ബീം ആണെന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് പോയിൻറ്റഡ് ആയിട്ട് രണ്ടിലും ഒരേ ഈക്വൽ ഷെയ്ഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കതൊന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത് ഒരു 2300 റേഞ്ചിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നത്. ഒരു നല്ല രീതിയിലുള്ള ചേഞ്ചാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയാനായിട്ട് ഞാനത് ബിഫോർ മെഷർ ചെയ്തില്ല. എങ്കിൽ പോലും ഒരു ഹാലജൻ ബൾബിലാണെന്നുണ്ടെങ്കിൽ ഒരു 700-800 റേഞ്ചിലൊക്കെയാണ് ഹാലജൻ ബൾബിൻ്റെ പെർഫോമൻസ് കിട്ടാറ്. അപ്പോൾ നമുക്കിതിനി ഓൺ റോഡ് നോർമലി നമ്മൾ റോഡിൽ ഓടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അത് എത്ര എഫക്റ്റീവായിട്ട് കിട്ടിയെന്നുള്ളത് അറിയാൻ സാധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഓൺ റോഡ് ടെസ്റ്റ് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ത്രോ എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, എത്ര ഭംഗിയായിട്ട് റോഡ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലൈറ്റ് കട്ട് ഓഫിന് മേളിലേക്ക് ഫുൾ ഡാർക്കും അതുപോലെ തന്നെ താഴേക്കായിട്ട് നല്ല ലൈറ്റപ്പ് ഒരേപോലെയുള്ള ലൈറ്റ് സ്പ്രെഡാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഭാഗത്തും ഒരു ബ്ലാക്ക് സ്പോട്ടോ അല്ലെങ്കിൽ വെളിച്ചം കൂടുതലോ കുറവോ ഒന്നും പറയാനില്ല. സെൻറ്ററിൽ കൂടുതലുണ്ടാവും, ഡെഫിനറ്റായിട്ട് സെൻറ്റർ പോയിൻറ്റ് കൂടുതലുണ്ടാവും. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ലൈറ്റ് ഈക്വലായിട്ടാണ് കുറവ് വരുന്നത്. അതുപോലെ ഹൈ ബീമിലാണെങ്കിൽ പോലും നല്ല ത്രോയിലാണ് നമുക്കിതിൻ്റെ ഹൈ ബീം കിട്ടുന്നുണ്ട്. ഒരു 3 ഇഞ്ച് പ്രൊജക്റ്റിൽ കാണുന്ന പോലെ തന്നെയുള്ള പെർഫോമൻസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന ഒരു പെർഫോമൻസ് നമുക്കിവിടെ 2.5 കിട്ടുന്നുണ്ട്. ഞാനൊരു സമയത്ത് 2.5 ഒഴിവാക്കിയിരുന്നതാണ്, കാരണം ഇതിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്, വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് നമുക്ക് ഈ 2.5 ഇഞ്ചിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ 3 ഇഞ്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊരു 2.5 ഇഞ്ചിലേക്ക് പോയത്.
അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 3 ടൈപ്പ് പ്രൊജക്ടറാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന് ഒരു ഹെല്ല G5 3 ഇഞ്ച് പ്രൊജക്ടർ, അതുപോലെ തന്നെ ഒരു പോഷ് പനമേര ടൈപ്പ് 3 ഇഞ്ച് പ്രൊജക്ടർ, അതുപോലെ തന്നെ ഈ ബ്ലൂഫിൻ 2.5 ഇഞ്ച്. ഈ മുൻപേ പറഞ്ഞ 2 പ്രൊജക്ടറുകളും, അതായത് ഹെല്ല G5ഉം അതുപോലെ തന്നെ പോഷ് പനമേര ടൈപ്പ്, ഇത് രണ്ടും 3 ഇഞ്ച് ആണെങ്കിലും അതിൻ്റെ ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നമുക്കിവിടെ 2.5 ഇഞ്ച് പ്രൊജക്ടറിലും കാണുന്നത്. ഇത് കൂടാതെ ഒരു പുതിയ പ്രൊജക്ടർ കൂടെ എത്തിയിട്ടുണ്ട്, LED ലേസർ പ്രൊജക്ടർ. അത് വാഹനങ്ങളിലൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആണ്, ഇതിന് ശേഷമാണ് അതിൻ്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് പറയാം. പലരും എന്നെ വിളിക്കാറുണ്ട്, നിർദ്ദേശങ്ങൾ തരാറുണ്ട്, ഞാൻ അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും തരിക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.